ആ വേഷം ചെയ്തല്ലേ? ആ ധ്യാൻ ശ്രീനിവാസന്റെ പടം. അപ്പൊ അവർ തന്നെ ഒരു പടം വരുന്നുണ്ടല്ലോ. അല്ല, നേരത്തെ പറഞ്ഞ പടത്തിന്റെ ഡയറക്ടറിന്റെ പുതിയൊരു പടം തുടങ്ങുമ്പോൾ ബിപിൻ ജോർജിനെ വെച്ചത്. ആ അതെ അതെ. അപ്പോൾ ആ സിനിമ അത്യാവശ്യം നല്ല റീച്ചുള്ളൊരു പടം തന്നെയായിരുന്നു. പടം നല്ലൊരു കുഞ്ഞു പടം, ഒരു നല്ല രസമായിട്ട് കാണാൻ പറ്റുന്ന മൂവിയായിരുന്നു. ഇപ്പം ഞങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്തൊരു മൂവിയാണ്. ഇനിയും അവസരങ്ങളുണ്ടല്ലേ, ഇനിയും വരുന്നുണ്ട്. എന്നാലും ഒരുപാട് നാളുകൾക്ക് ശേഷം എന്താ പറയുക, നമ്മൾ സിനിമ ആഗ്രഹിക്കുമ്പോൾ സത്യം പറഞ്ഞാണല്ലോ നമുക്ക് കിട്ടും, സിനിമ കിട്ടും അല്ലേ? കാരണം വെച്ചാൽ നമ്മൾ തേടുന്നത് എന്താണോ അത് നമ്മുടെ ആത്മാർത്ഥം എങ്ങനെയാണോ കിട്ടിയിരിക്കും. അതിനുദാഹരണമാണ് അദ്ദേഹം. കാരണം വെച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട്, കാരണം അത് മാത്രം ഫാമിലി ഫുൾ സപ്പോർട്ട് ചെയ്ത്, മകനാണ് ഹസ്ബൻഡ് എല്ലാവരും അല്ലേ ഫുൾ സപ്പോർട്ടായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അതാണ് വലിയൊരു അനുഗ്രഹം അല്ലേ? കാരണം അത് മാത്രമല്ല, നമ്മുടെ വൈച്ചേൻ്റെ ഒരു പുതിയ മൂവി തുടങ്ങി, നമ്മുടെ ഇടുക്കിയിലെ ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ പല ഈ ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റേ ഭാഗമായിട്ട് പല പരിപാടികളും ഇതിനെ സംബന്ധിച്ചിട്ടുണ്ട്, ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സപ്പോർട്ടുണ്ട്, എന്തായാലും എല്ലാവരും സപ്പോർട്ടുണ്ട്. പിന്നെ ഒരു സങ്കടതര നായകൻ മരിച്ചുമായിരുന്നു ഒരു ആക്സിഡന്റ് ന്യൂ ഇയറിൽ. പാപ്പടത്തിൻ്റെ ഭാഗമായിരുന്നു നമ്മുടെ മൂവാറ്റ വെച്ച് ഒരു പടം ചെയ്യില്ല ഞങ്ങളുടെ നാട്ടിൽ ചെയ്ത്. അതിൻ്റെ നായകൻ പേര് വിട്ടുപോയി. ആ പടത്തിലുണ്ടായിരുന്നു. അതിലെ നായകൻ ഒരു ന്യൂ ഇയർ, അതായത് കഴിഞ്ഞ 9 വർഷം ന്യൂ ഇയറിന് ഇവർ പോകുന്ന വഴിക്ക് ആക്സിഡന്റ് പോയിട്ട് മരിച്ചു പോയ നായകൻ. അപ്പോൾ അവൻ്റെ ഒരു കയറി വരേണ്ട ഒരു പടമാണ്. ആ പൂവള്ളിയും കുഞ്ഞാണെന്ന്. അത്യാവശ്യം നല്ല കോമഡിയൊക്കെ ഉള്ളൊരു സിനിമയാണ്. പക്ഷെ എന്തോ നല്ലൊരു സങ്കടകരമായൊരു വാർത്തയാണ്. കാരണം നല്ലൊരു സിനിമയുടെ ഭാഗമാണ്, പക്ഷെ വന്ന വഴിക്ക് എന്ന് വെച്ചാൽ ആ ഒരു ആഘോഷം കഴിഞ്ഞ് ഒരു കുറച്ച് കൂട്ടുകാരൻ കൂടി വന്ന വഴിക്ക് സംഭവിച്ച ഒരു കാര്യമാണ്. അതിൽ ഒരുപാട് വിഷമവും കാര്യങ്ങളും ഉണ്ട്. കാരണം അപ്പോൾ എന്തായാലും ഇനി ഈ വർഷം എങ്ങനെയുണ്ട്? കഴിഞ്ഞ വർഷം പോലെയാണ് ഈ വർഷം തുറക്കം? ആ ഒരു പൂജ കാര്യങ്ങളൊക്കെ അല്ലേ? നമ്മൾ പറയുന്നത് ഇതിൻ്റെ ബാക്ക് കാണാണ്ട്. ഇവരൊരു കലാകാരനാണ്, പാട്ടുകാരനാണ്. പുള്ളി നമ്മുടെ കൂടെ എത്തിയതാണ് പൂജയ്ക്ക്. മാവിൻ മാറ്റുന്നത് ആർട്ടിസ്റ്റാണ്. ഈ പടത്തിലുണ്ട്, ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്, നല്ല ഫ്രണ്ടാണ്. അപ്പോൾ പുതിയ സിനിമ വിശേഷങ്ങൾ. പിന്നെ ഈ വർഷം എന്തായാലും നമ്മളെപ്പോലെ കലാകാരന്മാർക്ക്, കലാകാരികൾക്ക്, ആർട്ടിസ്റ്റുകൾക്കും അവസരം കിട്ടിയിരിക്കും. നല്ലൊരു വർഷം ആവട്ടെ. കാരണം കഴിഞ്ഞ വർഷമൊക്കെ എന്തെങ്കിലും ആളുകളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രമിക്കാവട്ടെ. ഈ വർഷം എല്ലാവരും നല്ല സപ്പോർട്ട് തരിക. അവിടെ വെച്ചിട്ട് കയറ്റാവട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വരി മൂടോ എന്തെങ്കിലും വീട്ടിലെ മൂടെ അല്ല പറ, അതൊക്കെ ഒരു വരി നിന്നോടല്ല പറഞ്ഞേ, സുന്ദരിയെന്ന് മനസ്സിലായി. എന്റെ പൊന്ന് പാപകായിക നീ എന്താ പുതുവത്സര സമ്മാനമാണ് ആണോ? പാടോ ഒരു 2 വരി. ഇപ്പൊ നമ്മളിതേ പറഞ്ഞത് ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഇപ്പൊ മടിച്ചാണ് ഉമ്മയിക്കുച്ചാണ്ട് പാണം കത്തണുമാ മഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമ. അത് നമുക്ക് പാടില്ലേ എന്ന് പറഞ്ഞ 2 വരി ഏതെങ്കിലും പാട്ട്. അല്ലെങ്കിൽ കൊച്ചിനോട് ഓലത്തുമ്പത്തീരും ഞാനാടുന്ന 2 വരി പാടുന്നതിന് പഠിക്കും. എന്തായാലും ഓക്കെ. അപ്പൊ എന്തായാലും ഉണ്ടല്ലോ നല്ല പാട്ടുകാരിയാണ്. പക്ഷെ ഗ്രൂപ്പിലൊക്കെ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലും ഇപ്പൊ തൊണ്ട വയ്യാത്തതുകൊണ്ടാണ് എന്തായാലും ആ ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പൊ എന്തായാലും ഉണ്ടല്ലോ സപ്പോർട്ട് കൊടുക്കണം ഈ സഹോദരിക്ക്. കാരണം എന്ന് വെച്ചാൽ ഞാനിവിടെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ അഭിമാനം തോന്നി. ആ കഷ്ടപ്പാടിന്റെ വിജയമാണ് ഈ പൂജയ്ക്ക് അല്ലേ. നമ്മൾ ശ്രമിച്ചാൽ കിട്ടും അല്ലേ? പക്ഷേ ശ്രമിച്ചാൽ കിട്ടിയിരിക്കും, അത് തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഓൾ ദി ബെസ്റ്റ് പ്രിയപ്പെട്ട കൂട്ടുകാരി സഹോദരിക്കും. ഷെയ്ക്കാൻ്റെ കൊടുത്തോ, നാളെ പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് അല്ല, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ്. ഓക്കെ.